ഹലോ ഫ്രണ്ട്സ്, ആദ്യമായി എൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് സൈഡ് ഓപ്പൺ ഇല്ലാതെ ഒരു ചൂരിദാറിൻ്റെ കട്ടിംഗ് ആണ്. ഞാനിന്ന് കട്ട് ചെയ്യുന്നത് ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ്. അപ്പോൾ സൈഡ് ഓപ്പൺ ഇല്ലാതെ ഒരു ഫെയർ ആയിട്ടുള്ളൊരു ടോപ്പാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സാരീൻ്റെ പീസാണ്. അപ്പോൾ വീടുകളിൽ സാരിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തിട്ട് തയ്യൽ പഠിക്കാം. അപ്പോൾ നമ്മളിതൊരു വലിയൊരു ടോപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. 44 ഇഞ്ച് ലെങ്ത് ഉണ്ട്. സൈഡ് ഓപ്പൺ ഇല്ല, അതുകൊണ്ട് കുറച്ച് ലെങ്ത്ത് കൂടുതൽ വേണം. അതിനാദ്യമായിട്ട് നമ്മൾ തുണി ഇതേപോലെ വെച്ച് ഡബിളായി വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുക. ലെങ്ത്തിന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആദ്യം. അതിനുശേഷം നമുക്ക് ഇതിനാവശ്യമുള്ള ഷോൾഡർ 12.5 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. അപ്പോൾ ഇത് മടക്കി വെച്ചതുകൊണ്ട് 6.25. അപ്പോൾ 6.5 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത്, അതുപോലെ കഴുത്ത് റൗണ്ട് കഴുത്താണ്, 5.5 ഇഞ്ച് വെക്കുന്നുണ്ട്. വലിയൊരു ടോപ്പാണ്, അതുപോലെ നൈസ് തുണിയാണിത്. അതുപോലെ റിഗാള് 6.5 ഇഞ്ച്. അപ്പോൾ ഇതിൻ്റെ ലൂസ് 20.5 ഇഞ്ചാണ്. 20.5 ഇഞ്ചാണ് അതിൻ്റെ ലൂസ്. അപ്പോൾ 20.5ക്ക് 10.25 വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ എന്ത് ഡ്രസ്സ് നമ്മൾ മാർക്ക് ചെയ്തുമ്പോൾ കറക്റ്റ് അളവിൽ വെച്ച് മാർക്ക് ചെയ്യുക. തയ്യൽ തുണി പിന്നീട് കട്ട് ചെയ്ത് കൂട്ടിയാൽ മതി. അതുപോലെ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 14 ഇഞ്ച്, വലിയൊരു ടോപ്പ് ആകുമ്പോൾ 14 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യണം. എന്നാൽ നമുക്കതിൻ്റെ ഷേപ്പ് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. ഇതേപോലെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 18 ഇഞ്ചാണ് ഇതിൻ്റെ സെൻറ്റർ ലൂസ് പറയുന്നത്. അപ്പോൾ നമുക്ക് 9 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 21 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ലൂസ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന് ഇതേപോലെ റിഗാള് മാർക്ക് ചെയ്തെടുക്കുക. ഷേപ്പ് ഇതേപോലെ എടുത്തിട്ട് ഫുൾ ലൂസാണ്. താഴത്തെ ഭാഗം കട്ട് ചെയ്ത് കളയണില്ല. അതുകൊണ്ട് നമുക്ക് മുകളിൽ നിന്ന് തന്നെ കുറച്ച് ലൂസായിട്ട് കിട്ടും. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. സൈഡിൽ ആവശ്യമുള്ള തയ്യൽ തുണി വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടി. ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഈ
താഴത്തെ വശം കുറച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. ഇത് ക്രോസ് വരുന്നത് കൊണ്ട് കൂടുതൽ തൂങ്ങി നിൽക്കും. അപ്പോൾ അതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നൈസ് തുണിയെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതേപോലെ 2-3 പിന്നുകൾ അടിച്ചു കൊടുത്താൽ സുഖമായിട്ട് കട്ട് ചെയ്യാം. ഇതേപോലെ പിന്നെ അടിച്ചു കൊടുത്താൽ സെയിം ഇതുപോലെ ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതാണ് ഷേപ്പ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കും കട്ട് ചെയ്യാം. ബാക്ക് കറക്റ്റ് ഇതുപോലെ തന്നെ സെയിമായിട്ട് വെച്ചിട്ട് ഒരുപോലെ തന്നെ കട്ട് ചെയ്യുക. ബാക്കും ഫ്രണ്ടും ഒരുപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ കൈയാണ്. അപ്പോൾ കൈക്ക് നമുക്ക് സൈഡ് പീസ് തന്നെ എടുക്കുക. സൈഡിൽ കട്ട് ചെയ്ത് വിട്ട പീസ് എടുത്തിട്ട് ഇതേപോലെ മടക്കി വെക്കുക. ഇത് ചെറിയ കൈയാണ് കേട്ടോ. താഴത്തെ ഭാഗം നമുക്ക് തയ്യൽ തുണിക്ക് വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് മാറ്റി വെക്കുക. കൂടുതൽ വെക്കുക. കൈയുടെ നീളം 6.5 ഇഞ്ചാണ്. അപ്പോൾ 7 ഇഞ്ച് വെക്കുക. 1/2 ഇഞ്ച് കൂട്ടി വെക്കുക. ഇവിടെ 3 ഇഞ്ച്. അതുപോലെ നമുക്ക് റിഗാളിൻ്റെ ഇവിടുത്തെ ലൂസ് 8 ഇഞ്ചാണ്. അപ്പോൾ 8 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്യാം. താഴത്തെ വശം 6.5 ഇഞ്ച്. ഇത് മാർക്ക് ചെയ്തെടുക്കുക. ഇതേപോലെ സെയിമായിട്ട് കൈ ഇതേപോലെ ഷേപ്പായിട്ട് കട്ട് ചെയ്യാം. കൈയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ 1/2 ഇഞ്ച് ഇതേപോലെ എടുത്ത് കളയണം. അത് നമ്മൾ ഏത് ഡ്രസ്സ് തയ്ക്കുമ്പോൾ ഇതേപോലെ ചെയ്യണം.
ഇപ്പോൾ നമ്മുടെ ടോപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യുക. അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരും. അതുവരെ എല്ലാവർക്കും വണക്കം.